നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അത് വിറ്റ് കിട്ടുന്ന തുക മോളുടെ പേരിൽ ബാങ്കിലിടാനാ രഘുവേട്ടന്റെ തീരുമാനം. അതെന്തായാലും നന്നായി. ഇനിയിപ്പോ വളരെ പെട്ടെന്ന് തന്നെ ജ്യോതിമോളുടെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഒരു സമ്പാദ്യം അവളുടെ പേരിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാ അതൊരു ചെറിയ കാര്യമല്ല. അവിടെയാ സദാനന്ദേട്ടന് തെറ്റിയത്. ജ്യോതിയുടെ പേരിൽ ബാങ്കിലിടുന്ന കാര്യമല്ല, നിത്യയുടെ പേരിൽ ബാങ്കിലിടുന്ന കാര്യമാ പറഞ്ഞത്. ആരാ നിങ്ങള്? ഞാൻ ആരാണെന്ന് അറിയുന്നതിലേ വലിയ പ്രയോജനമൊന്നുമില്ല. നിങ്ങൾ എന്തിനാ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഇടപെടുന്നേ? അതൊക്കെ എന്റെ സ്വാതന്ത്ര്യമല്ല ജ്യോതിക്കുട്ടി. സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇത്രയൊക്കെ സംസാരിക്കുന്ന ആളാണെങ്കിൽ ആ ഫോട്ടോ കണ്ടിട്ട് എന്തിനാ പേടിക്കുന്നേ? ഇപ്പൊ ഞാൻ ആ ഫോട്ടോ ജ്യോതിയുടെ വീട്ടിലുള്ളവർക്ക് മൊത്തം അയച്ചു കൊടുത്താലും നാട്ടിലുള്ളവർക്ക് മൊത്തം കാണിച്ചു കൊടുത്താലും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്നോട് മനുവിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ശത്രുതയുണ്ടോ? ഇല്ല. എന്റെ ഒരു ശീലം എന്താണെന്നറിയോ? ഈ വഴിയിലൂടെ പോകുമ്പോ ചില വിലപിടിച്ച സാധനങ്ങൾ വീണ് കിട്ടില്ലേ, ചിലത് ഞാൻ കൈവയ്ക്കും, ചിലത് വിൽക്കും. അങ്ങനെ ഒരു വഴിയിലൂടെ ഞാൻ നടന്നു പോകുമ്പോ എനിക്ക് വീണ് കിട്ടിയതാ ഈ കാഴ്ച. കയ്യിൽ വെക്കണോ വിൽക്കണോന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. പ്ലീസ്, നിങ്ങളിത് മറ്റാരെയും കാണിക്കരുത്. ഇല്ല, ജ്യോതിയുടെ ഏട്ടനെ കാണിച്ച അയാള് ജ്യോതിയെ കൊല്ലും. ജ്യോതിയുടെ അമ്മയെ കാണിച്ച അമ്മ വേദനിച്ചു ചാവും. അപ്പൊ പിന്നെ ഇതാരെയും കാണിക്കാൻ പാടില്ലല്ലോ. താങ്ക്സ്. വീണ് കിട്ടിയൊരു നിധി അത് ഞാൻ വെറുതെ തരുമോ? പകരം എനിക്ക് എന്ത് തരും? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഞാൻ ഇനിയും വിളിക്കും. പക്ഷേ ഈ നമ്പർ ബ്ലോക്ക് ചെയ്യാനോ ഇതിന്റെ ഉടമസ്ഥനെ തിരയാനോ ജ്യോതി നോക്കണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ തൊട്ടടുത്ത നിമിഷം സോഷ്യൽ മീഡിയ മുഴുവൻ ഈ ഫോട്ടോസ് ഇങ്ങനെ പറന്ന് കളിക്കും. ദാറ്റ് മീൻസ് ഇനി മുതൽ അങ്ങോട്ട് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ജ്യോതി അനുസരിച്ചേ പറ്റൂ. ഗുഡ് നൈറ്റ്. ഹലോ ഹലോ, ജോ പറഞ്ഞത് സത്യോ? ഞാനും മനു ഒന്നിച്ചുള്ള ഫോട്ടോ ആരോ എടുത്തത് കണ്ടു എന്ന് പറഞ്ഞത് സത്യം തന്നെയാ. അവൻ തന്നെയാ വിളിച്ചത്. ഞാനിനി എന്ത് ചെയ്യും? മോളെ മോളെ എന്ത് പറ്റി മോളെ? എന്താ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ? അമ്മ പേടിക്കൊന്നും വേണ്ട. മുറിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞ് അച്ഛൻ ഇന്നലെ ഇവിടെ വന്ന് കിടന്നു. ഇന്നലെ ഒഴിച്ചിട്ട് തുടങ്ങിയതല്ലേ. അച്ഛന് കാലുവേദന ഉണ്ടായിരുന്നു. അച്ഛന്റെ കാല് ഞെക്കി കൊടുത്ത് സംസാരിച്ചിരുന്ന് അച്ഛൻ ഉറങ്ങിപ്പോയി. ഞാനും ഉറങ്ങിപ്പോയി. എന്റെ ദൈവമേ, ഞാൻ പേടിച്ചു പോയി. ഇതിലെന്താ സുജാത ഇത്ര പേടിക്കാൻ? പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും കാര്യമാണെങ്കിൽ ഇത് ആദ്യമായിട്ട് സംഭവിച്ചൊന്നുമല്ല. വീട്ടിൽ ഞാൻ കിടക്കുന്നൊരു ചാരുകസര കണ്ടിട്ടില്ലേ? അതിനകത്തിരുന്ന് സംസാരിച്ചുകൊണ്ട് ഞാനങ്ങ് ഉറങ്ങിപ്പോകുന്ന കാണാം.
നേരം വെളുക്കുമ്പോ കാൽച്ചുവട്ടിൽ എവിടെയും കാണാം. എന്നാലും ഇത് ഇത്തിരി കടുത്ത കൈയായി പോയി. ഇനി മുതല് ഇങ്ങനെ സംസാരിച്ചിരിക്കണമെങ്കിൽ ഞാനും കൂടി വരാം, അച്ഛന്റെയും മോളുടെയും കൂടെ. എന്നിട്ട് അമ്മയ്ക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് ഉറങ്ങാനാണോ? അല്ല സുജാതെ, രഘു രാത്രി വരുമെന്നല്ലേ പറഞ്ഞേ? എന്തായാലും വരാത്തെ? രഘുവേട്ടൻ ഇന്ന് ഉച്ച കഴിയും വരാൻ. മണ്ണാർക്കാട് നമുക്കൊരു 32 സെന്റ് പ്രോപ്പർട്ടി ഉണ്ട്. കുറെ കാലമായിട്ട് അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നൊന്നുമില്ല. ആകെ കാട് പിടിച്ച് കിടക്കുക. ഇവിടുന്ന് ആരാ അത്ര ദൂരമൊക്കെ പോയി നോക്കുന്നത്? ഇത്തവണ വന്നപ്പോ അതങ്ങ് വിറ്റാലോന്ന് രഘുവേട്ടൻ ചോദിച്ചു. ഞാനങ്ങ് സമ്മതവും പറഞ്ഞു. അതിന്റെ കാര്യത്തിന് വേണ്ടി അവിടെ നിൽക്കുക. ആളായിട്ടുണ്ട്. ഇനി രജിസ്ട്രേഷന്റെ തീയതിയും മറ്റും നിശ്ചയിക്കണം. രഘുവേട്ടൻ പോകുന്നതിന് മുൻപ് അത് നടത്തുകയും വേണമല്ലോ. നല്ല കാര്യത്തിനാണെങ്കിലും ഒരു കുഴപ്പമില്ല. നല്ല കാര്യം തന്നെയാ. അത് വിറ്റ് കിട്ടുന്ന തുക മോളുടെ പേരിൽ ബാങ്കിലിടാനാ രഘുവേട്ടന്റെ തീരുമാനം. ആ, അതെന്തായാലും നന്നായി. ഇനിയിപ്പോ വളരെ പെട്ടെന്ന് തന്നെ ജ്യോതിമോളുടെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഒരു സമ്പാദ്യം അവളുടെ പേരിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാ അതൊരു ചെറിയ കാര്യമല്ല. അവിടെയാ സദാനന്ദേട്ടന് തെറ്റിയത്. ജ്യോതിയുടെ പേരിൽ ബാങ്കിലിടുന്ന കാര്യമല്ല, നിത്യയുടെ പേരിൽ ബാങ്കിലിടുന്ന കാര്യമാ പറഞ്ഞത്. അയ്യോ അമ്മേ, അതൊന്നും വേണ്ട. എങ്ങനെ? അത് നീയാണോ തീരുമാനിക്കുന്നത്? അതൊക്കെ തീരുമാനിക്കാൻ ഞങ്ങൾ കാരണവന്മാരുണ്ട്. പിന്നെ അനുവാദത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സദാനന്ദേട്ടനോട് ചോദിച്ചോളാം. വേണ്ടെന്ന് പറച്ച. ഇനി എന്റെ പേരില് സ്വകാര്യ സമ്പാദ്യം കൂട്ടാഞ്ഞിട്ടാ. ഇത് രഘുവേട്ടന്റെ തീരുമാനമാണ്. തൽക്കാലം അതിനെ എതിർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനെന്നാ അടുക്കളയിലേക്ക് ചെല്ലട്ടമ്മേ. സുജാതയും രഘു അവളെ നോക്കുന്ന രീതി ഒരച്ഛന്റെ മനസ്സ് നിറയ്ക്കുന്നതാ. മനസ്സുകൊണ്ട് കൈകൂപ്പുക എന്നല്ലാതെ ഞാൻ നിങ്ങളോടൊക്കെ എന്താ പറയാ? നമ്മുടെ മോളല്ലേ സദാനന്ദേട്ട, അവളുടെ മനസ്സ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണ്ടേ? എനിക്കതാ പ്രധാനം. സദാനന്ദേട്ടൻ പോയി റെഡിയാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.